മോളെ, നന്ദനെ വിട്ടിട്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. എല്ലാത്തിനും കാരണം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ കൈവിട്ടു പോകുമെന്നുള്ള പേടി ഉണ്ടായിരുന്നിരിക്കും നന്ദന്. ആ ബെസ്റ്റ്. ഓരോ വിഷമം മറക്കാനാ ചേച്ചി ഇങ്ങോട്ട് ഓടി വന്നേ. ഇവിടെ വന്നപ്പോ കൂട്ടക്കരച്ചില്. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലായി. ചേച്ചി, അമ്മയുടെ അച്ഛന്റെ ദുഃഖം മാറ്റാൻ നിന്നാ ചേച്ചിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ചേച്ചി വിട്ടോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ മിണ്ടായിരിക്കടി. ഞങ്ങൾ ഞങ്ങളുടെ മോളോടാ സംസാരിക്കുന്നേ. എന്താ നിങ്ങളുടെ മോളോ? പിന്നെ എന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണോ? ഇവള് ശരി, വേണ്ട, ഞാൻ സംസാരിക്കാം. അമ്മയും അച്ഛനും ഓരോന്നോർത്ത് വിഷമിക്കരുത്. എന്റെ അവസ്ഥ ആലോചിച്ച് സമാധാനം ഇല്ലാതാവണ്ട. എനിക്കൊരു കുഴപ്പമില്ല. നന്ദുവിനെ ഉടൻ കണ്ടെത്തും. അങ്ങനെ വിചാരിച്ച സമാധാനിക്ക്. ഞാനെന്നാ ഇറങ്ങ. ശരി, അമ്മ അച്ഛനെ നോക്കിക്കോളണം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല. എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാതിരുന്നാ മതി. എന്തായാലും ചേച്ചി ചെല്ല. നീ എന്ത് കൂടെ പറപ്പാടി? ചേച്ചി ഒരു വിഷമമായിട്ട് വന്നിട്ട് അനിയത്തി അതിനെപ്പറ്റി ചോദിക്കോ പറയോ ആശ്വസിപ്പിക്കോ ഒന്നും ചെയ്തില്ല. അങ്ങ് പറഞ്ഞു വിടാനാ ധൃതി. അനിയത്തി പോലും. ഞങ്ങൾ തമ്മിൽ ഫോണിലൂടെ എല്ലാം സംസാരിച്ചമ്മേ. അടുത്തിനെ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. ഇവള ഇപ്പൊ എന്റെ ധൈര്യം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ചേച്ചി പോയിട്ട് വാ. ഒക്കെ അറിയിച്ചോണ്ടിരിക്കണേ. ഞാൻ വിളിക്കാം. അച്ഛാ, അമ്മേ, മോളെ, എന്നാലും എന്റെ മോക്ക്. ദേ നിങ്ങളെ രണ്ടുപേരെ നോക്കാനുള്ള ചുമതല എന്നെയാ ചേച്ചി ഏൽപ്പിച്ചിരിക്കുന്നത്. കരച്ചിലും പിഴിച്ചിലും ഒന്നും ഇനി ഈ വീട്ടിൽ കേട്ടു പോകരുത്. ഇവളൊറ്റൊരുത്തിയാ ദേവിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഗിരി, ഞാൻ ചോദിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്റെ ദേഹമൊക്കെ തളർന്നു പോവാ. എന്താ നന്ദന് സംഭവിച്ചേ? ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? അതോ ജീവിതം മടുത്തിട്ട് എല്ലാം ഇട്ടെറിഞ്ഞു പോയതാണോ? രജനി, നീ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാതെ. നന്ദൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയതായിരിക്കും. ഇല്ല, അവ കുറ്റം ഏറ്റു പറഞ്ഞ് എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് നിന്നവനല്ലേ. അവനെ പോലീസിൽ ഹാജരാവാന്നൊക്കെ നേരത്തെ ധൈര്യത്തോടെ പറഞ്ഞു എന്നുള്ളതൊക്കെ സത്യമാ. പക്ഷെ കാര്യത്തോടടുത്തപ്പോൾ ടെൻഷനായി കാണും. തൽക്കാലം മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും ബുദ്ധിയും തോന്നിക്കാണും. എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ അവനിങ്ങ് വന്നോളൂ. ഈശ്വര, എന്താ സംഭവിക്കുന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ഇങ്ങനെ കരഞ്ഞും ബഹളം വെച്ചും നമ്മുടെ നാട്ടുകാരെ അറിയിക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. വെറുതെ എന്തിനാ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്? നാട്ടുകാർ കഥ ഉണ്ടാക്കട്ടെ. അതും പേടിച്ച് നമ്മളിരുന്ന ആളെ പിന്നെ കിട്ടിയെന്ന് വരില്ല. പത്രത്തിലൊക്കെ ഒരു പരസ്യം കൊടുക്കണം. അച്ഛനോട് പറഞ്ഞിട്ട് പോലീസിൽ പരാതിയും കൊടുക്കണം. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു വാർത്ത പരന്ന പിന്നെ എന്താവും സ്ഥിതി? നാട്ടുകാർ ഇല്ലാത്ത അർത്ഥം കാണും. തിരിച്ചു വരാൻ നിൽക്കുന്ന നന്ദൻ ചിലപ്പോൾ അത് കാരണം വന്നില്ലാന്നും വരും. നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അവൻ വരൂ രജനി.
നമ്മുടെ അടുത്തേക്ക് അവൻ എത്തും. നീ ഒന്ന് സമാധാനിക്കേ. അതെ, ഞാനൊന്ന് പോയി രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരാം. പറഞ്ഞത് കേട്ടോ? ഞാൻ പോയിട്ട് വരാം. ആ ഋഷിമോനെ പറഞ്ഞോ. എവിടെയാ ഞങ്ങളെ? നമ്മുടെ കഥാനായകന്റെ അരികിൽ എത്തിയോ? ഞാനങ്ങ് എത്താറായി ഋഷി. അരമണിക്കൂറിനുള്ളിൽ ഞാനും നന്ദനും മുഖാമുഖം കാണും. അവന്റെ അവസ്ഥ എന്താ? നമ്മുടെ പയ്യന്മാര് ഇടിച്ചിഞ്ചപ്പരുവാക്കിയോ? അതറിയില്ല. അവന്മാരുടെ സ്വഭാവം വെച്ച് നോക്കിയാ നല്ല ഇടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവനെ നല്ല ജീവനോടെ ഇങ്ങ് കൊണ്ടുവരണം. മരണപ്പെട്ടു പോയിന്ന് വിചാരിക്കുന്ന എന്റെ മുമ്പിൽ അവനെത്തുമ്പോ നന്നായിട്ടൊന്ന് ഞെട്ടാനുള്ള ആരോഗ്യം വേണ്ടേ? അത് വേണം. ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ നമ്മുടെ പിള്ളേരെയും കൊണ്ട് ഞാൻ ഉടനെ എത്താം. എന്നാ CP അങ്കിൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കുക. ഫോണിലൂടെ എങ്കിലും അവന്റെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. അതെങ്ങനെയാ മോനെ? അവനെ പാർപ്പിച്ചിരിക്കുന്ന ഒരു കൊടും കാട്ടിലല്ലേ, തക്കല എന്ന സ്ഥലത്തിനടുത്ത്. അവിടെ ഫോണിന് റേഞ്ച് ഇല്ലല്ലോ. അതല്ലേ നമ്മുടെ പിള്ളേരെ പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും രാത്രിക്ക് മുൻപ് അവനോട്ട് ഇങ്ങെത്തണേ. ആ, അത് ഞാൻ ഏറ്റു. ശരി അങ്കിളെ. ശരി എന്നാ. വീണ്ടും തുടങ്ങിയല്ലേ ഗൂഢാലോചന? നീ എനിക്ക് സമാധാനം തരില്ല തന്നെയല്ലേ? അമ്മേ, അതങ്ങനൊന്നും അല്ല. ഒരു കാര്യം ചെയ്യുമ്പോ എല്ലാം വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. അതിരിക്കട്ടെ, നന്ദനെ നീ തട്ടിക്കൊണ്ടുവന്ന വിവരം ഇസബലയ്ക്ക് അറിയോ? ഇല്ല. നന്ദനെ തട്ടിയെടുക്കാൻ അവളൊന്ന് നോക്കിയതാ. പക്ഷെ അവള് മനസ്സിൽ കണ്ടത് ഞാൻ മാനത്ത് കണ്ടു. അവനെ ഞാൻ അങ്ങ് പൊക്കി. അപ്പൊ കൂട്ടുകാരായിരുന്നിട്ടും നിങ്ങൾ തമ്മിൽ അകത്തു മത്സരമുണ്ടല്ലേ? എന്തൊക്കെയാടാ ഇത്? അമ്മ ഇതിലൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തോളാം. ഇസബെല്ലയ്ക്കും കൂട്ടർക്കും ഇതൊരു സസ്പെൻസ് ആയിരിക്കും അമ്മേ. സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു ടെസ്റ്റ് അവൾ പ്രതീക്ഷിച്ചു കാണില്ല. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കാണാൻ പോകുന്ന പൂരം അമ്മ കാത്തിരുന്ന് കണ്ടോ. ഇതെന്താ ദേവി ഇങ്ങോട്ട് വന്നത്? ഈ വീട് ഏതാണെന്നറിയോ? ഇതാ എസ്തപ്പാൻ ചേട്ടന്റെ വീടല്ലേ, ആ പഴയ ഗുണ്ട. മീര കേസിന്റെ സമയത്ത് നന്ദനോത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഇവിടെ എന്തിനാ വന്നത്? നമ്മളെ സഹായിക്കാൻ എസ്തപ്പാൻ ചേട്ടന് പറ്റും. എനിക്ക് മനസ്സിലായില്ല. മുരളേട്ട, പോലീസിന്റെ അന്വേഷണം വളരെ രഹസ്യമായ രീതിയിലാണ് നടക്കുന്നത്. പോലീസിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടാവും അറിയാലോ. ചിലപ്പോ പോലീസിന് കൂറ് നമ്മുടെ ശത്രുപക്ഷത്താവാനും മതി. പക്ഷെ എസ്തപ്പാൻ ചേട്ടനെ അങ്ങനെയല്ല, കണ്ണടച്ച് വിശ്വസിക്കാം. ഒരു കാര്യമേറ്റ എന്ത് വില കൊടുത്തു അത് പൂർത്തിയാക്കും. ഇഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ജീവൻ കളഞ്ഞും കൂടെ നിൽക്കും. നാട്ടിലെ ഗുണ്ടാസംഘങ്ങളെക്കുറിച്ചും അധോലോകക്കാരെക്കുറിച്ചും കൃത്യമായ അറിവുണ്ട് എസ്തപ്പാൻ ചേട്ടന്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ആരാ കൊണ്ടുപോയതെന്ന് എസ്തപ്പാൻ ചേട്ടന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയേക്കും. നന്ദുവായിട്ട് എസ്തപ്പാൻ ചേട്ടന് വലിയ അടുപ്പോ, എന്നോടും വലിയ സ്നേഹം.
എസ്തപ്പൻ ചേട്ടൻ ഇടപെട്ട നന്ദുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, പോലീസിന്റെ ജോലി ഇതുപോലൊരു ഗുണ്ട ഏൽപ്പിക്കാന്ന് വെച്ചാൽ അത് വേണോ ദേവികെ? വേണം. പോലീസിന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഇല്ല മുരളിയേട്ടാ. അല്ല, എന്നാലും ഏലിയമ്മച്ചി വന്നു. ഇതാരാ ഈ കാറില്? ആഹാ, അമ്മച്ചി MLA സാറായിരുന്നോ? എത്ര നാളായി കണ്ടിട്ട്. മോള് വാ മോളെ വാ. ഓ എന്റെ മോള്. ഞങ്ങള് മോളെക്കുറിച്ച് എപ്പോഴും പറയും. വീട്ടില് ഞങ്ങളും എസ്തപ്പൻ ചേട്ടനെ കുറിച്ചും അമ്മച്ചിയെ കുറിച്ചൊക്കെ പറയും. എസ്തപ്പൻ ചേട്ടനില്ലേ? ആ, എസ്തപ്പൻ പുറത്തു പോയിരിക്കുക. ആ, രാവിലെ പോയതാ. എസ്തപ്പൻ ഇപ്പൊ വരും. മോള് കയറിയിരിക്കെ. വാ സാറേ. ഇല്ല മുരളിയേട്ടാ അകത്തിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ ശരി, ഞാനൊന്ന് അകത്തിരിക്കാം. ചായ എടുക്കട്ടെ സാറേ? ഇല്ല വേണ്ട. എനിക്ക് വേണം. യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ട്, ഒന്ന് വിശ്രമിക്കാം. ശരി മുരളിയേട്ടാ. വാ വാ. എവിടെ നിന്റെ നേതാവ് പഴുതാര വാസു? അകത്തുണ്ട് മാഡം. എന്താ വാസു, ജോലിയൊക്കെ നല്ല വെടിപ്പായിട്ട് ചെയ്തല്ലോ അല്ലേ? ദേ പറഞ്ഞതിന്റെ ഇരട്ടി ക്യാഷാ ഞാൻ നിങ്ങക്ക് തരാൻ പോകുന്നത്. അവനെന്തെടുക്ക? ഉറങ്ങുക? നിങ്ങൾ അവനെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ എന്റെ നന്ദനെ ഒന്ന് കണ്ടിട്ട് വരാം. മാഡം, നന്ദൻ ഇവിടെ ഇല്ല. നീ എന്താ തമാശ പറയാണോ? ഇവിടെ അല്ലാതെ വേറെ എവിടേക്കാ നീ അവനെ മാറ്റി? സത്യമായിട്ട് മാഡം, നന്ദനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാ? ഞങ്ങൾ മാഡം പറഞ്ഞതുപോലെ ചന്ദ്രോത്തെത്തി വീട് മുഴുവൻ അരിച്ചു പറക്കി. പക്ഷെ നന്ദൻ അവിടെ ഇല്ല. കള്ളം പറയില്ല വാസു, നിനക്കെന്നെ അറിയാലോ. ഞങ്ങൾ എന്തിനാ മാഡത്തിനോട് കള്ളം പറയുന്നേ? എന്ത് വന്നാലും മാഡത്തിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ വിളിച്ചറിയിക്കാത്തത്. അയാൾ ആ വീട്ടിലില്ലായിരുന്നു മാഡം. എടോ, ഇവൻ ഈ പറഞ്ഞത് സത്യമാണോ? പറ. അതെ മാഡം, അവൻ പറഞ്ഞത് സത്യ. എടോ വാസു, എനിക്ക് നന്ദനെ കിട്ടണം. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയണം. ഞങ്ങൾ കരുതി മാഡം മറ്റേതെങ്കിലും ടീമിനെ കൂടെ അയച്ച് അവനെ നേരത്തെ പൊക്കി കാണുന്ന. വാസു, എന്റെ അടുത്ത് നമ്പർ ഇറക്കരുത്. സത്യം പറ, അവൻ എവിടാ? മാഡം എന്നെ വിശ്വസിക്കുക. DOSP കുരുവിള സാറും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഈ കളിയില് ഞങ്ങൾ ഫൗള് കാണിക്കില്ല. ആ സിദ്ധാർത്ഥനും പ്രഭാവതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ മാഡം ഒന്ന് അന്വേഷിച്ചു നോക്ക്, അപ്പോ അറിയാം. അയാളെന്തോ കുഴപ്പത്തിലാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ അവനെ വേറെ ആരെങ്കിലും പൊക്കി കാണും. നന്ദൻ എവിടെ? ഇവന്മാരൊക്കെ എന്താ ഈ പറയുന്നേ? ഒരു കാര്യമായിട്ടാ അത് കൃത്യമായിട്ട് നടത്തണം. നിനക്കൊക്കെ ശമ്പളം തന്ന് കൂടെ നിർത്തിയിട്ട് നീയൊക്കെ എന്താ ചെയ്തേ? നിന്നെയൊക്കെ വിശ്വസിച്ചല്ലേടാ ഏൽപ്പിച്ചേ? വണ്ടി എടുക്ക.
ആരാ? ഞാൻ തന്നെ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ മുരളി. ചന്ദ്രോത്ത് നന്ദനുമായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ഭാർഗവി കൊച്ചുമ്മയുടെ മോൻ. പിടികിട്ടി. പണ്ടത്തെ പോലെ അല്ല മുരളി, മറവിയല്ല, പെട്ടെന്ന് പേര് സ്ഥലമൊന്നും പറയാൻ കിട്ടില്ല. അല്ല, ഇപ്പൊ എന്തിനാ വന്നേ? ദേവിയോടൊപ്പം വന്നതാ. ഈ എമ്മൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്താ മുരളി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഈ ചന്ദ്രോത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അവിടെ ഈ അടിപിടി കേസൊക്കെ വന്നാലേ എന്നെ ആദ്യം വിളിക്കാറ്. ഇപ്പൊ വല്ല പ്രശ്നമുണ്ടോ? അല്ല, അത് പിന്നെ നന്ദ സാർ വന്നിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ. എന്താ ഒരു വിഷമം പോലെ? കാര്യം പറ. എസ്തപ്പാനെ, എത്ര നേരമായി MLA ഒന്ന് കാത്തിരിക്കുന്നു? നീ എന്താ എസ്തപ്പാനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? വിളിച്ചിട്ട് കുട്ടൻ ചുക്കാതെ എണ്ണ വയ്ക്കാനല്ലേ വാങ്ങിച്ചിട്ടുണ്ട്. അത് MLA വന്ന കാര്യം ഞാൻ അറിഞ്ഞോ? അത് പറയാനല്ലേ നിന്നെ വിളിച്ചത്. വിളിച്ചാ നീ ഫോൺ എടുക്കണമായിരുന്നു. എസ്തപ്പൻ ചേട്ടാ. അയ്യോ മോളെ, സോറി, ഞാനേ പെട്ടെന്ന് ഓർത്തില്ല. എത്ര കാലമായി നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. ഓരോരോ തിരക്ക് കാരണം ഇവിടുന്ന് മാറാൻ സമയം കിട്ടുന്നില്ല മോളെ. അല്ല, എവിടെ നന്ദൻ സാറോടെ? നന്ദ സാർ വന്നിട്ടില്ല. ചോദിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് പറയുന്നുമില്ല. ചില പ്രശ്നങ്ങളുണ്ട് എസ്തപ്പൻ ചേട്ടാ. മോള് പറ, എന്താ കാര്യം? എനിക്ക് എസ്തപ്പൻ ചേട്ടനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. രഹസ്യമാണോ? നമുക്ക് അങ്ങോട്ടേക്കാം. ഇത് പിടിച്ചേ. ശരി മോളെ. എന്താ മോളെ, എന്താ പ്രശ്നം? ബെല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവുക. നമ്മളൊക്കെ കുടുങ്ങും. എന്തോ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒന്ന് നിർത്തക്കവൻ. ഞാൻ കാര്യം പറയുമ്പോ നീ എന്നോട് ചൂടാവുന്ന എന്തിനാ? എടി, നീ അയച്ച ആൾക്കാർക്ക് നന്ദനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നന്ദനെ മറ്റാരോ കടത്തിയിരിക്കുന്നു. അത് മുന്നിൽ കണ്ട് നമ്മൾ ഉടനെ അടുത്ത നീക്കം നടത്തണം. എനിക്ക് മനസ്സിലായി ആരാ ഇതിന്റെ പിന്നിൽ കളിച്ചെന്ന്. ആരാ? ബെല്ല, ഋഷി, അവനെ എങ്ങോട്ടാ മാറ്റിയേ? എന്താ ബെല്ല? നന്ദനെ നിന്റെ ആൾക്കാർ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അവൻ എന്ത് ചെയ്തു? ബെല്ല, എന്താ ഈ പറയുന്നേ? നിന്റെ ഈ പുഴുങ്ങിയ വാചകമൊന്നും എനിക്ക് കേൾക്കണ്ട. ഋഷി, നിനക്കെന്നെ അറിയാലോ. ഞാൻ ഇടിച്ചു കയറിയങ്ങ് വരും, തീർത്ത് കളയും നിന്നെ. സത്യമായിട്ടും ബെല്ല പറയുന്നതിൽ ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നന്ദനെ നിന്റെ ആളുകളെ ചന്ദ്രോത്തൊന്നും പൊക്കിയില്ലേ? നന്ദനെ എങ്ങോട്ടാ കൊണ്ടുപോയേ? അയ്യോ, നന്ദൻ എന്തു പറ്റി? അവൻ ചന്ദ്രോത്തില്ലേ? എടാ, ഞാൻ പറഞ്ഞു നീ അഭിനയിക്കില്ലെന്ന്. സത്യമായിട്ടും ബെല്ല, എനിക്കൊന്നും അറിയില്ല. ഇനി അഥവാ ഞാൻ നന്ദനെ തട്ടിക്കൊണ്ട് വന്നെങ്കിൽ അതെന്തിനാ മറയ്ക്കുന്നേ? അതെനിക്കൊരു അഭിമാനമല്ലേ? അതാദ്യം വിളിച്ചറിയിക്കുന്നത് നിങ്ങളെ ആയിരിക്കില്ലേ? നമ്മൾ ഒറ്റ ടീമായി മുന്നോട്ട് പോകുമ്പോ അങ്ങനൊരു കാര്യം മറച്ചു വെക്കുന്നതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? എനിക്ക് സത്യം പറഞ്ഞാൽ BP കയറുക. നന്ദൻ എന്തെങ്കിലും സംഭവിച്ചോ?
എന്താ ബെല്ല? നന്ദൻ ചന്ദ്രോത്തില്ല. അയ്യോ, അവനെ നീ അവിടെ നിന്ന് മാറ്റിയെന്നാ ഞാൻ കരുതിയ. അപ്പം മറ്റാരോ ഇതിനിടയിൽ കളിച്ചിരിക്കുന്നു. നമ്മുടെ പ്ലാനുകളൊക്കെ കൊഴിയല്ലോ ബെല്ല. നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ല, നന്ദൻ ചന്ദ്രോത്തില്ലെന്ന് ബെല്ല എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പറയാം. ഞാൻ വിളിക്കാം നിന്നെ. ഋഷി എന്താ പറയുന്നത്? മലയാളം. ബെല്ല, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇത് നന്ദന്റെ കാര്യത്തിൽ അവൻ ഒന്നും അറിഞ്ഞൂടാ. നമ്മളിനി എന്ത് ചെയ്യും? കെവിനെ, എന്തായിരിക്കും ചന്ദ്രോത്ത് നടന്നിട്ടുണ്ടാവുക? എനിക്കെങ്ങനെ അറിയാം? നന്ദൻ മറ്റെങ്ങോട്ടെങ്കിലും പോയതാണോ? ഒളിവിലോ മറ്റോ? ഒന്നും അറിയാൻ വയ്യ. പക്ഷെ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം.